വ്യക്തിപരമായി ഇഷ്ടമുള്ള ഒരാളാണ് ജോസ് കെ മാണി, കേരള കോൺഗ്രസ് എം ചെയർമാൻ. പക്ഷെ ചിലതൊക്കെ കാണുമ്പോൾ ചിലതൊക്കെ പറയാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ച് സ്വന്തം അച്ഛനെ മറ്റാരോടും കാണിച്ചിട്ടില്ലാത്ത രീതിയിൽ അപമാനിച്ച ആളുകളെ, ഇല്ലാതാക്കിയ വ്യക്തികളെ വീണ്ടും വീണ്ടും വാഴ്ത്തി പുകഴ്ത്തുന്നത് കാണുമ്പോൾ ഇതിലൊക്കെ ഒരല്പം അടക്കവും ഒതുക്കവും കാണിക്കാവുന്നതാണ്. അത് മരിച്ചവരോടുള്ള ആദരവും ബഹുമാനവുമായിരിക്കും. LDF 3 മേഖലാ ജാഥകൾ നടത്തുമ്പോൾ അതിലൊന്നിൻ്റെ ക്യാപ്റ്റനായി നിയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ആനക്കാര്യമൊന്നുമല്ല. ഒരു ജാഥ നയിക്കുന്നത് നമ്മുടെ ജോസ് കെ മാണിയാണ്. അതാ പറഞ്ഞത്, അത് അത്ര വലിയ ആനക്കാര്യമോ ചേനക്കാര്യമോ ഒന്നും അല്ല എന്നുള്ളത്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് മാണി വിഭാഗം LDF നിന്ന് ചാടി പോകുമോ എന്നൊരു സംശയമുള്ളപ്പോൾ അപ്പോൾ ഇതൊക്കെ നടക്കുന്നതാണ്. വെള്ളയമ്പലത്ത് പവന്റെ വിലയുള്ള 25 സെന്റ് ഭൂമി KM മാണിയുടെ സ്മാരകം നിർമ്മിക്കുന്നതിന് കൊടുക്കുന്നതിനേക്കാൾ വലുതൊന്നും അല്ലല്ലോ ഈ ഒരു ക്യാപ്റ്റൻ സ്ഥാനം എന്ന് പറയുന്നത്. ഭൂമിയുടെ കാര്യത്തിൽ എന്താ? കാട്ടിലെ തടി, തേവരുടെ ആന, വലിയട വലി. നാട്ടുകാരൻ്റെ ഭൂമിയാ, വാട്ടർ അതോറിറ്റിയുടെ ഉടമസ്ഥയിലുള്ള സ്ഥലമാണ്. അത് KM മാണിക്ക് സ്മാരകം ഉണ്ടാക്കാൻ കൊടുക്കുന്നതിൽ ആർക്കാ ഇത്ര ഛേദം? അങ്ങനെ കിട്ടിയതാ. അതുപോലെ ഉള്ളൂ ഈ മേഖലാ ജാഥയുടെ ക്യാപ്റ്റൻ പദവി എന്ന് പറയുന്നത്. അതുകൊണ്ട് LDFന്റെ ക്യാപ്റ്റനായി ഒന്നും കരുതുകയും വേണ്ട. അതിലൊക്കെ വേറെ ആളുകളുണ്ട്. ആ ഭാഗത്തേക്ക് നോക്കുപോലും ചെയ്യണ്ട. അങ്ങനെ ഒരു ജാഥ നയിച്ച് അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജോസ് കെ മാണിക്ക് പെട്ടെന്നൊരു ഉൾവിളി തോന്നുന്നത്. അതായത് നമ്മുടെ കേരളത്തെ ഇന്ന് കാണുന്നത് പോലെ വികസിപ്പിച്ച വ്യക്തി പിണറായി വിജയൻ ആണെന്നുള്ളത്. അപ്പൊ ജോസ് കെ മാണി ചിന്തിച്ചു പോയി, പിണറായി വിജയൻ സാർ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? ഈ കേരളത്തിന്റെ കോലം ഏത് വിധത്തിലാകുമായിരുന്നു? പട്ടിണിയും പരിവട്ടവുമായി നമുക്ക് കഴിഞ്ഞുകൂടേണ്ടി വന്നേനെ, വെറും അപ്പാവികളായിട്ട് ജീവിക്കേണ്ടി വന്നേനെ. പിണറായി വിജയൻ എന്ന കാരണഭൂതൻ ഉണ്ടായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു, നമുക്ക് വികസനം വന്നു. അപ്പോഴാണ് നമ്മുടെ മാണി ജൂനിയർ പറഞ്ഞത്, നമ്മുടെ പിണറായി വിജയൻ കേരളത്തിന്റെ വികസന നായകനായിരുന്നുവെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്ന്. പിള്ള മനസ്സിൽ കള്ളമില്ലാത്തത് കൊണ്ട് പറഞ്ഞു പോയതാ. മനസ്സിൽ തോന്നുന്നത് തുറന്നു പറയും. അതാണ് നമ്മുടെ ജോസ് കെ മാണിയുടെ രീതി. അതുകൊണ്ടാണല്ലോ നിയമസഭയിൽ സ്വന്തം പിതാവിനെ ഇട്ട് അപമാനിച്ചവരുടെ കൂടെ LDFൽ ചേക്കാറാൻ അദ്ദേഹത്തിന് യാതൊരു വിഷമവും ഇല്ലാതായി പോയത്. പിള്ള മനസ്സായതുകൊണ്ടാണ്, നിഷ്കളങ്കനായി പോയതുകൊണ്ടാണ്. എന്നാലും ജോസൂട്ടി ഇതല്പം കൂടിപ്പോയി കേട്ടോ. ഇത്രയും വേണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇടതുമുന്നണിയിലെ ഒരു കുഞ്ഞു പാർട്ടിയാണ്. നമുക്ക് വലിയേട്ടനുണ്ട്, കൊച്ചാട്ടനുണ്ട്, അതൊക്കെ ശരിയാ. എന്നാലും നമ്മുടെ പാർട്ടിക്ക് ഒരു അന്തസ്സും ആഭിജാത്യമൊക്കെ ഇല്ലായോ? നമ്മുടെ മലങ്കര കേരള കോൺഗ്രസ് അത്രയ്ക്കങ്ങ് അതപ്പതിച്ചു പോയിട്ടൊന്നുമില്ലല്ലോ. പിന്നെ എന്തിനായിരുന്നു ഇതൊക്കെ? നമ്മുടെ പിണറായി വിജയനെ കേരളത്തിന്റെ വികസന നായകനാക്കി പ്രതിഷ്ഠിക്കുന്ന ഉത്തരവാദിത്വം എന്തുകൊണ്ടാണ് താങ്കൾ ഏറ്റെടുത്തത്? താങ്കൾ പറയുന്നു പിണറായി വിജയനാണ് വികസന നായകനെന്ന്. അപ്പൊ നമ്മുടെ KM മാണി സാറോ? അങ്ങയുടെ അച്ഛൻ എത്രയോ കാലം ഇവിടെ ഭരിച്ചതാ, ഈ സംസ്ഥാനത്ത് മന്ത്രിയായിരുന്നു, എത്ര ബജറ്റുകൾ അവതരിപ്പിച്ചതാ. ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച റെക്കോർഡ് ഇപ്പോഴും മാണി സാറിന്റെ പേരിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അധ്വാനവർഗ സിദ്ധാന്തത്തിന്റെ അപ്പോസ്റ്റലനാ. അപ്പൊ അദ്ദേഹം എന്തായിരുന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ? അദ്ദേഹം വികസനം കൊണ്ടുവന്നിട്ടില്ലയോ? അദ്ദേഹത്തിന് യാതൊരു പങ്കുമില്ലായോ കേരളത്തിന്റെ ചരിത്രത്തിൽ, കേരളത്തിന്റെ ഭരണത്തിന്റെ ചരിത്രത്തിൽ? ഇതൊക്കെ ഒന്ന് ഓർക്കണ്ടായിരുന്നു നമ്മുടെ പിണറായി വിജയൻ സഖാവ്. അദ്ദേഹത്തിന് കേരളത്തിലെ നവോത്ഥാന നായകരുടെ പട്ടികയിൽ വരണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നത് തെറ്റില്ല കേട്ടോ. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഈ ശബരിമല പ്രശ്നത്തിൽ അവിടെ യുവതികളെ പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കയറി ഇടപെട്ടത്. അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നവോത്ഥാനം വന്ന് അദ്ദേഹം ചിന്തിച്ചതാ. അതിന് നേതൃത്വം കൊടുത്താൽ നവോത്ഥാന നായകനായി മാറുമെന്നും കരുതിപ്പോയതാ. പക്ഷെ സംഭവിച്ചത് അങ്ങനൊന്നും അല്ല. 2 സ്ത്രീകളെ സന്നിധാനം വരെ എത്തിച്ചു, പക്ഷെ അവരെ തിരിച്ച് കൊണ്ടുപോകേണ്ടി വന്നു. അങ്ങനെയാണ് ഈ നവോത്ഥാന നായകപ്പട്ടം ഇല്ലാതായിപ്പോയത്. ഇനി നവോത്ഥാനത്തിന്റെ നായകനായില്ലെങ്കിൽ എന്താ? കേരളത്തിന്റെ വികസന നായകനായാൽ എന്താ പ്രശ്നം? അപ്പൊ ജോസ് കെ മാണിയുടെ മേല് പിണറായി വിജയനെ വികസന നായകനായി ചിത്രീകരിക്കാനുള്ള സമ്മർദ്ദമൊക്കെ ഉണ്ടാവും. അതൊക്കെ ശരിയാ. പക്ഷേ അതിന് ഇത്രയ്ക്ക് അങ്ങോട്ട് വഴങ്ങണമായിരുന്നു? ഇത്രയ്ക്ക് അടിമത്തം കാണിക്കണമായിരുന്നു? ഒന്നുമല്ലേലും ഈ സംസ്ഥാനം ഏറെക്കാലം ഭരിച്ച ഒരു പാർട്ടിയല്ലയോ? അപ്പൊ ഒന്ന് ചിന്തിക്കണ്ടായിരുന്നു അസത്യം വിളിച്ചു പറഞ്ഞപ്പോൾ? ഇനി മാണി സാറിനെ ഓർത്തില്ലെങ്കിലും വീട്ടിലെ ആ നോട്ടെണ്ണുന്ന യന്ത്രം, അതിനെക്കുറിച്ചൊന്ന് സ്മരിക്കണ്ടായിരുന്നു? ഇവിടുത്തെ CPM പറഞ്ഞു പരത്തിയതാണല്ലോ ജോസ് കെ മാണിയുടെ വീട്ടില് നോട്ടെണ്ണുന്ന യന്ത്രം ഉണ്ടെന്ന്. ബജറ്റ് വിറ്റതിന് കിട്ടിയ കാശ്, അതുപോലെ ബാർ ലൈസൻസ് പുതുക്കി നൽകാമെന്ന് പറഞ്ഞ് വാങ്ങിച്ച കോഴപ്പണം, അതൊക്കെ എണ്ണാൻ വേണ്ടി യന്ത്രമുണ്ടെന്ന്. അന്ന് എന്തൊക്കെയാണ് മാണി സാറിനെ പറഞ്ഞത്? കോഴമാണി, ബജറ്റ് കച്ചവടം ചെയ്ത കള്ളൻ എന്നൊക്കെ അല്ലയോ പറഞ്ഞത്? നിയമസഭയിലോ അതല്ലയോ പറഞ്ഞത്? അതെങ്കിലും ഒന്ന് ഓർക്കണ്ടായിരുന്നു പ്രിയപ്പെട്ട ജോസ് കെ മാണി? മാണി സാറിന്റെ 24 അടിയോ മറ്റോ ഉയരമുള്ള ഒരു പ്രതിമ പാലായിൽ സ്ഥാപിക്കുന്നതിന് കുറെ കോടി രൂപ, 5-10 കോടി രൂപ
ബജറ്റിൽ അനുവദിച്ചു എന്നൊരു വാർത്ത പണ്ട് കേട്ടിരുന്നു. ഒരു ബജറ്റ് പ്രസംഗത്തിൽ കേട്ടതാ. അതവിടെ വന്നോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യമുണ്ട്, പ്രതിമയ്ക്ക് 24 അടിയൊക്കെ ആയിക്കോട്ടെ, പക്ഷേ കെ.എം. മാണി എന്ന് പറയുന്ന വ്യക്തിക്ക് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ 24 അടിയേക്കാൾ ഉയരമുണ്ടായിരുന്നു. അതാണ് താങ്കൾ മറന്നുപോയത്. അതായത് ഒരു വികസന ജാഥ നയിക്കുന്ന ഒരു അവസരം കിട്ടിയപ്പോഴേക്ക് താങ്കൾ അതങ്ങ് മറന്നുപോയി. അങ്ങയുടെ അച്ഛന്റെ ഔന്നത്യം, കേരളത്തിലെ ആളുകളുടെ മനസ്സിലുള്ള ആ ഉയരക്കൂടുതലുണ്ടല്ലോ, അതാണ് താങ്കൾ വിസ്മരിച്ചു പോയത്. 2015 മാർച്ച് 13 അങ്ങത് മറന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ അങ്ങ് ചെയ്ത പല കാര്യങ്ങളും ചെയ്യുമായിരുന്നില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പ്രസ്താവന അങ്ങയുടെ നാവിൽ നിന്ന് ഉണ്ടാകുമായിരുന്നില്ല. അന്ന് നിയമസഭയിൽ നടന്നതിനൊക്കെ സാക്ഷിയാ, പ്രസ് ഗാലറിയിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്നതാ. സാധാരണഗതിയിൽ മാണി സാറ് ഓരോ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് വീട്ടിൽ കുടുംബാംഗങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചിട്ട് പിന്നീട് PMGയിലെ ലൂർദ് പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷമാണ് നിയമസഭയിലേക്ക് വരിക. 2015 മാർച്ച് 13 അദ്ദേഹം ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇതിനൊന്നും സാധിച്ചില്ല. തലേ ദിവസം അസംബ്ലിയിലെ അദ്ദേഹത്തിന്റെ ഓഫീസ് മുറിയോട് ചേർന്ന കിടപ്പുമുറിയിൽ വന്ന് കിടക്കേണ്ടി വന്നു. വീട്ടിൽ കിടക്കാൻ സാധിച്ചില്ല. വീട്ടിൽ നിന്ന് ബജറ്റുമായി ഇറങ്ങിയാൽ CPM പ്രവർത്തകർ വഴിയിൽ തടയുമായിരുന്നു. അദ്ദേഹം നിയമസഭയിൽ എത്തുന്നത് തടയാൻ അവരെന്തും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തലേ ദിവസം നിയമസഭാ മന്ദിരത്തിൽ വന്ന് കിടന്നേ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കെ.എം. മാണിയെ പോലെ വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു നേതാവിന് ഉണ്ടായ അനുഭവമായി പറയുന്നത്. അദ്ദേഹം എത്ര അവമാനം സഹിച്ചു കാണും ആ രാത്രിയില് അദ്ദേഹത്തിന്റെ ഓഫീസ് മുറിയിൽ കിടന്ന് ഉറങ്ങുമ്പോൾ. പിറ്റേന്ന് എന്താണ് നിയമസഭയിൽ നടന്നത്? CPM-കാർ എന്തൊക്കെയാണ് ചെയ്തത്? എന്തൊക്കെയാണ് മാണി സാറിനെ കുറിച്ച് പറഞ്ഞത്? ഇപ്പോഴും കണ്ണിൽ നിന്ന് ആ രംഗങ്ങൾ മാഞ്ഞു പോയിട്ടില്ല. ഇപ്പോഴത്തെ ശിവൻകുട്ടി മന്ത്രി അടക്കമുള്ള ആളുകൾ സ്പീക്കർ ഡൈസിൽ കയറി അദ്ദേഹത്തിന്റെ കസേര മറിച്ചിടുന്നു, മേശ മറിച്ചിടുന്നു, മൈക്ക് വിഴുതെറിയുന്നു, കമ്പ്യൂട്ടർ വലിച്ചെറിയുന്നു. എന്തൊക്കെ ആഭാസ പ്രകടനങ്ങൾ ശ്രീ ജോസ് കെ മാണി താങ്കളുടെ പിതാവിനെതിരായിട്ട് അങ്ങയുടെ അച്ഛൻ ബജറ്റ് അവതരിപ്പിക്കുന്നത് തടയാൻ വേണ്ടി നിയമസഭയിൽ നടത്തിയവരാ. ഇതൊക്കെ ആരാണ് AKG സെന്ററിൽ ഇരുന്ന് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്? അങ്ങനെയൊക്കെ അങ്ങ് മറന്നുപോയോ? എന്നിട്ടാണ് അങ്ങ് പറയുന്നത് പിണറായി വിജയനെ കേരളത്തിന്റെ വികസന നായകനായി ചരിത്രം രേഖപ്പെടുത്തുമെന്നുള്ളത്. സാർ, ചരിത്രം രേഖപ്പെടുത്തുന്നത് അതൊന്നുമല്ല. 2015 മാർച്ച് 13 കേരള നിയമസഭയിൽ നടന്ന സംഭവങ്ങളാ. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ധാരാളം അനിഷ്ട സംഭവങ്ങളും പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊന്ന് മറ്റൊരിക്കലും ഉണ്ടായിട്ടില്ല. സഭയിൽ CPM അംഗങ്ങൾ കാട്ടിക്കൂട്ടിയത്. ഏതൊക്കെ തരത്തിലാണ് കെ.എം. മാണിയെ അവർ അപമാനിച്ചത് എന്നുള്ളത് മറ്റൊരു നേതാവിന് ഇത്തരത്തിലുള്ള ഒരു അപമാനം സഹിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. അന്ന് ഈ ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം, മുഴുവനായിട്ട് വായിക്കാനൊന്നും സാധിച്ചില്ല, അവതരിപ്പിച്ചതിന് ശേഷം മാണി സാറിന്റെ വായിലേക്ക് ഒരു ലഡു വെച്ചു കൊടുത്തത്, ഇന്ന് താങ്കളെ ജോസ് മാണിയെ പാലായിൽ മത്സരിപ്പിച്ചേ അടങ്ങൂ എന്ന വാശിയുമായി നിൽക്കുന്ന റോഷി അഗസ്റ്റിനായിരുന്നു. ഈ ചിത്രങ്ങളൊന്നും ഞങ്ങളാരും മറന്നിട്ടില്ല. പക്ഷേ താങ്കൾ മറന്നുപോയി. താങ്കൾക്ക് മറക്കാം. അങ്ങേ സമയത്തോളം ഇതൊക്കെ ഒരു രാഷ്ട്രീയ കളികളാ. പക്ഷേ ഈ കേരള കോൺഗ്രസിന്റെ വെള്ളയും ചുവപ്പും കലർന്ന കൊടി പിടിച്ച് ജീവിതകാലം നടന്ന കുറെ ആളുകളുണ്ട്. കെ.എം. മാണി സാറിന് വേണ്ടി ഖണ്ഡം പൊട്ടുമാർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചവര്, സിന്ദാബാദ് വിളിച്ചവര്, അവരിതൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്നൊന്നും അങ്ങ് മറക്കത്തില്ല കേട്ടോ. 25 സെന്റ് സ്ഥലം കിട്ടിയതുകൊണ്ടൊന്നും അവരുടെ മനസ്സിൽ നിന്ന് ഈ ചിത്രം അങ്ങനെയൊന്നും അങ്ങ് മാഞ്ഞു പോവില്ല. താങ്കൾ നീ എന്തൊക്കെ പറഞ്ഞാലും, ഏതൊക്കെ രീതിയിൽ പിണറായി വിജയനെ വികസന നായകനായി ചിത്രീകരിച്ചാലും അവരുടെ മനസ്സിൽ നിന്ന് ഈ രംഗങ്ങളൊന്നും അവർ മായ്ച്ചു കളയില്ല. അത് താങ്കൾ മറക്കരുത്. മാണി സാറിനെ വളരെ അടുത്തറിഞ്ഞിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അദ്ദേഹം പ്രവർത്തകരെ ഒരിക്കലും മറന്നിട്ടില്ല എന്നാണ്. പാർട്ടി പലവട്ടം പിടർന്നിട്ടുണ്ട്, പല ചേരികളിൽ നിന്നിട്ടുണ്ട്. ഒപ്പമുള്ള പ്രവർത്തകരെ ചേർത്ത് നിർത്തിയ ഒരാളായിരുന്നു കെ.എം. മാണി. UDF-നെ ഉപേക്ഷിച്ച് LDF-ലേക്ക് പോകുമ്പോൾ പാലായിൽ ജയിക്കാമെന്നും മന്ത്രിയാകാമെന്നും അങ്ങ് സ്വപ്നം കണ്ടിട്ടുണ്ടാവും. അതിനൊന്നും തെറ്റില്ല കേട്ടോ. താങ്കൾ പക്ഷെ തോറ്റുപോയി, റോഷി അഗസ്റ്റിൻ മന്ത്രിയായി. അതൊക്കെ വളരെ സ്വാഭാവികമായ കാര്യം. പക്ഷെ ജോസ് കെ മാണി, താങ്കൾക്ക് താങ്കളുടെ പാർട്ടിക്ക് LDF-ൽ കിട്ടിയ ബഹുമാനം എത്രത്തോളമായിരുന്നു? റോഷി അഗസ്റ്റിന് സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരാളെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായി വിശ്വാസമുള്ള ഒരാളെ, അല്ലെങ്കിൽ ജോസ് കെ മാണിക്ക് താല്പര്യമുള്ള ഒരാളെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കാനുള്ള അധികാരമെങ്കിലും ലഭിച്ചോ? ഒരു CPM-കാരനല്ലേ അവിടെ റോഷി അഗസ്റ്റിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നത്? UDF-ന്റെ കൂടെ നിൽക്കുമ്പോൾ താങ്കളുടെ പാർട്ടിക്ക് താങ്കളുടെ അച്ഛന് കിട്ടിയിരുന്ന ബഹുമാനം എന്തായിരുന്നു? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ എതിരാളികൾ പറഞ്ഞു വരുത്തിയത് കുഞ്ഞുഞ്ഞും കുഞ്ഞാപ്പയും കുഞ്ഞുമാണിയും നയിക്കുന്ന സർക്കാർ എന്നായിരുന്നു. കുഞ്ഞുഞ്ഞു ഉമ്മൻചാണ്ടി, കുഞ്ഞാപ്പ PK കുഞ്ഞാലിക്കുട്ടി, കുഞ്ഞുമാണി അങ്ങേക്കറിയാമല്ലോ ആരാണെന്ന്. ആ അംഗീകാരവും അന്തസ്സും താങ്കളുടെ പാർട്ടിക്കും അതിന്റെ നേതാവായ കെ.എം. മാണിക്കും UDF-ൽ ലഭിച്ചിരുന്നു. അത് പിന്നീട് നിങ്ങൾക്ക് LDF-ൽ കിട്ടിയിട്ടുണ്ടോ? വെറുതെ ഒന്ന് ചിന്തിച്ചാൽ മതി, ഒരു ആത്മപരിശോധന നടത്തിയാൽ മതി. അപ്പൊ മനസ്സിലാവും താങ്കള് പിണറായി വിജയനെ കേരളത്തിന്റെ വികസന നായകനായി പ്രകീർത്തിച്ചതിന്റെ പിന്നിലെ മൗഢ്യം. ഒന്ന് ആത്മപരിശോധന നടത്തി നോക്കാം.
ഇത്രയും അടിമത്തമരുതായിരുന്നു. അത് പറയാൻ കാര്യം ഈ പ്രസ്താവന മാത്രമല്ല, താങ്കള് ഒരു ചുവന്ന മാരിയിൽ ചുംബിക്കുന്ന ചിത്രങ്ങൾ പത്രത്തിൽ വന്നിട്ടുണ്ട്. അതുകൂടി കണ്ടപ്പോഴാണ് ഇത്രയുമെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിയായില്ല എന്ന തോന്നൽ ഉണ്ടായത്. അത് മാത്രമല്ല, കേരള കോൺഗ്രസ് എന്താണെന്നും അതെങ്ങനെയാണെന്നും ഒക്കെ അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കൂടിയാണ് ഇത് പറഞ്ഞത്. അടിമത്തമാവാം, പക്ഷെ ഇത്രയ്ക്കങ്ങ് അടിമയാവരുത്. നമ്മുടെ വ്യക്തിപരമായ അന്തസ്സും പാർട്ടിയുടെ അന്തസ്സും ഒക്കെ പുലർത്താൻ മറന്നു പോകരുത്. എന്തായാലും പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ടു വരുന്ന ഒരു കെണിയിൽ അങ്ങ് അകപ്പെട്ടു പോകരുത്. അങ്ങ് ജയിക്കണമെന്നും അടുത്ത തവണ LDF അധികാരത്തിൽ വന്നാൽ മന്ത്രിയാകണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് പറഞ്ഞു പോയത്. പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങയുടെ മൈക്ക് പിടിച്ചു വാങ്ങി ജോസ് കെ മാണി ആയിരിക്കും പാലായിലെ സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിക്കുന്നതൊക്കെ അത്ര നിഷ്കളങ്കമായ കാര്യമൊന്നുമല്ല. താങ്കൾ പറഞ്ഞ പോലെ ചോരത്തിളപ്പൊന്നുമല്ല, അല്ലെങ്കിൽ അങ്ങയോടുള്ള സ്നേഹക്കൂടൊന്നുമല്ല. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അങ്ങേക്കുണ്ടെന്ന് ഞാൻ കരുതുന്നു, അല്ലെങ്കിൽ ഉണ്ടാവണം. രാഷ്ട്രീയ കളിയിലെ റോഷി അഗസ്റ്റിൻ അത്ര മോശമല്ല എന്ന് ഇതിനകം തെളിഞ്ഞു കഴിഞ്ഞതാ. കാരണം കേരള കോൺഗ്രസ് UDFിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ നടന്നപ്പോൾ താങ്കൾ തന്നെ കോൺഗ്രസ് നേതാക്കളുമായിട്ട് അതിനെപ്പറ്റി സംസാരിച്ചതാണല്ലോ. അങ്ങനെ ഒരു നീക്കം ഉണ്ടായപ്പോൾ എങ്ങനെയാണ് റോഷി അഗസ്റ്റിൻ അതിനെ തകർത്തത് അല്ലെങ്കിൽ അട്ടിമറിച്ചത് എന്നുള്ളത് മാത്രം ഓർത്താൽ രാഷ്ട്രീയ കളികളിൽ അദ്ദേഹം ഒരു മിടുക്കനാണെന്ന് വ്യക്തമാവും. അങ്ങ് പാലായിൽ മത്സരിക്കാൻ ഇറങ്ങിയാല് മാണി സി കാപ്പനോട് ജയിക്കത്തില്ല കേട്ടോ, സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് ആരെന്തൊക്കെ പറഞ്ഞാലും LDFിൽ തുടരുകയാണെങ്കിൽ ഒരു സുരക്ഷിതമായ സീറ്റ് സ്വന്തമാക്കാൻ മറന്നു പോകരുത്.